സക്സസ് വൈഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? സിസ്റ്റളി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സിസ്റ്റളി. ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്നത് സിസ്റ്റളി എന്നാണ്. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ലയാണ്. ഓപ്ഷൻ സി, വയനാട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. IRNSS. IRNSS. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യമന്ത്രി? സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യമന്ത്രി. വാംബെ പദ്ധതി വാംബെ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. വന സംരക്ഷണം, വനിതാക്ഷേമം, തൊഴിൽ, പാർപ്പിടം. വാംബെ പദ്ധതി എന്നാൽ വാത്മീകി അംബേദ്കർ ആവാസ് യോജന എന്നാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പാർപ്പിടം. ഓപ്ഷൻ ഡി, പാർപ്പിടം. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത്? കൂട്ടുകൃഷി ഇടശ്ശേരിയാണ്. ഇടശ്ശേരി. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത്? കൂട്ടുകൃഷി നാടകമാണ്. നാടകം രചിച്ചതാരാണ്? ഇടശ്ശേരിയാണ്. കേരളത്തിലെ ഏത് നഗരത്തോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ്? ഡോൾഫിൻ പോയിന്റ് കോഴിക്കോടാണ്. കോഴിക്കോട്. കേരളത്തിലെ ഏത് നഗരത്തോട് ചേർന്നാണ് ഡോൾഫിൻ പോയിന്റ്? കോഴിക്കോട്. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏത് ഇനം താപപ്രസരണമാണ്? തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രസരണമാണ്? വികിരണമാണ്. വികിരണം. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് വികിരണം മൂലമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയാണ്. ദണ്ഡി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയിലാണ്. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം എന്നിവ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ? യൂണിയൻ ലിസ്റ്റ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പോലീസ്, ഭൂനികുതി, പൊതുജനാരോഗ്യം, സെൻസസ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് സെൻസസ് ആണ്. സെൻസസ്. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ജാവലിൻ ത്രോ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജാവലിൻ ത്രോ. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്.
നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. അപ്പോൾ പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നതാണ് പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് AK ഗോപാലൻ. ഓപ്ഷൻ സി AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നുമാണ് എന്നതാണ് ചോദ്യം. വെങ്ങാനൂരിൽ നിന്നുമാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. ഓപ്ഷൻ ഡി വെങ്ങാനൂരിൽ നിന്നും. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 8ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഷകളാണ്. ഭാഷകൾ. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഷകൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജമാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആണ്. P പ്രസാദ്. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. തന്നിരിക്കുന്നത് മലബാർ ലഹള, കയ്യൂർ സമരം, മൊറാഴ സമരം, പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി വ്യവസായം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി വ്യവസായം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി. ഇരുപതിന പരിപാടി ആരംഭിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1975. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്ത ചോദ്യം, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്?
ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടത് കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ശരിയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് 1948 നിയോഗിച്ച കമ്മീഷൻ. ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരം. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോഴിക്കോട്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖലയാണ്. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഉടുമ്പൻചോല താലൂക്ക്. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ് എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആര്? പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം MD വത്സമ്മയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, MD വത്സമ്മ. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരമാണ് MD വത്സമ്മ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? കോതമംഗലം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുക എന്നതാണ് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കുക. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഇടിമിന്നലാണ്. ഇടിമിന്നലിനെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2015. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുക്കും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? തെളിനീരൊഴുക്കും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത്
തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം കായലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആക്കുളം കായൽ. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തൂത്തുക്കുടി, മഹാബലിപുരം, ദാമൻ, വിശാഖപട്ടണം എന്നിവയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ദാമൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നുമാണ്. ശരിയാണ്. നർമ്മദ നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ആദ്യത്തെ ഫസ്റ്റ് സ്ഥാനം ഉത്തർപ്രദേശാണ്. രണ്ടാമത് മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 2014 ജൂൺ 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? 2014 ജൂൺ 2-ന് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് 2014 ജൂൺ 2. അവസാനത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.